നമസ്കാരം. ഇന്നത്തെ ഈ കോമ്പറ്റിഷൻ നിറഞ്ഞ ജോബ് മാർക്കറ്റിൽ എങ്ങനെ ഒന്ന് വേറിട്ട് നിൽക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ആ രഹസ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിട്ടും ചിലപ്പോൾ നമ്മളെ കമ്പനികൾ പരിഗണിക്കാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ലേ? ഇത് നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നമ്മുടെ യോഗ്യതകളിൽ മാത്രമല്ലട്ടോ ഒളിഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹയറിംഗിന്റെ സൈക്കോളജി വരുന്നത്. ഒരു ഹയറിംഗ് മാനേജറുടെ തലയിൽ യഥാർത്ഥത്തിൽ എന്താണ് ഓടുന്നത്? നിങ്ങളുടെ റെസ്യൂമെയിലെ ആ വിവരങ്ങൾക്കപ്പുറം അവരെന്തായിരിക്കും നോക്കുന്നത്? വാ നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഓരോ ജോലിയും തരുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഈ വരുന്ന ആൾ നമ്മുടെ കമ്പനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊരു വിശ്വാസം. ആ വിശ്വാസം നേടിയെടുക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിംഗ്. അതായത് നിങ്ങളെപ്പറ്റി കൃത്യമായ ഒരു ഐഡിയ മറ്റൊരാളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ. അടുത്തത് ക്ലാരിറ്റി, അതായത് വ്യക്തത. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഈ കമ്പനിക്ക് നിങ്ങളെക്കൊണ്ട് എന്തു ഗുണമുണ്ട്? ഇതൊക്കെ ആദ്യ നോട്ടത്തിൽ തന്നെ അവർക്ക് കത്തണം. ഒരു കൺഫ്യൂഷനുള്ള പ്രൊഫൈലാണെങ്കിൽ അവരത് ഒഴിവാക്കാനേ നോക്കൂ. പിന്നെ വരുന്നതാണ് റീകോൾ, അതായത് ഓർമ്മ. ഒന്നോർത്തു നോക്കൂ, ഒരു ഹയറിംഗ് മാനേജർ ഒരു ദിവസം എത്ര പേരെയായിരിക്കും കാണുന്നത്? ആ കൂട്ടത്തിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞും കുറേ ദിവസം കഴിഞ്ഞാലും ആ വ്യക്തി എന്നവർക്ക് നിങ്ങളെ ഓർത്തെടുക്കാൻ പറ്റണം. അതാണ് കാര്യം. അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അവസാനത്തേത്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടത്, റിസ്ക് കുറയ്ക്കൽ. നിങ്ങളെ ഹയർ ചെയ്യുന്നത് ഒരു നല്ല ബിസിനസ് തീരുമാനമാണെന്നും അതൊരു നഷ്ടമാവില്ലെന്നും അവർക്ക് തോന്നണം. കാരണം ഓരോ ഹയറിംഗും അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലേ? അപ്പം നിങ്ങളൊരു സേഫ് ബെറ്റ് ആണെന്ന്, ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സൈക്കോളജിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യും, അല്ലേ? തൊഴിലുടമകൾക്ക് നമ്മൾ എങ്ങനെയാണ് ശരിയായ സിഗ്നലുകൾ കൊടുക്കുക? അതിന് സഹായിക്കുന്ന 5 നിർണായക സിഗ്നലുകളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോ തൊഴിലുടമകൾ ശ്രദ്ധിക്കുന്ന ആ 5 പ്രധാന സിഗ്നലുകൾ ഇവയാണ്. ഒന്നാമത്തേത് ക്ലാരിറ്റി. നിങ്ങളുടെ മെസ്സേജ് വളരെ സിമ്പിളും ഡയറക്റ്റുമായിരിക്കണം. വെറുതെ ഞാനൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ് എന്ന് പറയുന്നതിലും എത്രയോ നല്ലതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ചെറിയ ബിസിനസ്സുകളെ വളരാൻ സഹായിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നത്. കണ്ടോ ആ വ്യത്യാസം? രണ്ടാമത്തേത് പ്രൂഫ്, അതായത് തെളിവ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണ്ടേ? സെയിൽസ് 20% കൂട്ടി എന്നൊക്കെയുള്ള കറക്റ്റ് ഡേറ്റ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ, അങ്ങനെ എന്തെങ്കിലും. മൂന്നാമത്തേത് കൺസിസ്റ്റൻസി, സ്ഥിരത. നിങ്ങളുടെ റെസ്യൂമെയിൽ പറയുന്നതൊന്ന്, ലിങ്ക്ഡിനിൽ മറ്റൊന്ന്, ഇന്റർവ്യൂവിൽ വേറൊന്ന്. അങ്ങനെ ആവരുത്. എല്ലായിടത്തും ഒരേ കഥയായിരിക്കണം. നാലാമത്തേത് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വേണം. നിങ്ങളുടെ നേട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ സംസാരത്തിൽ വരണം. അഞ്ചാമത്തേത് കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി മറ്റൊരാളിലേക്ക് എത്തിക്കാനുള്ള കഴിവ്. ഈ 5 കാര്യങ്ങളും ഹയറിംഗ് മാനേജറുടെ വിശ്വാസം നേടാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനി എന്തുകൊണ്ടാണ് ഒരു പേഴ്സണൽ ബ്രാൻഡൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഈ കളി ജയിക്കുന്നത്? ഈ സിഗ്നലുകളൊക്കെ കറക്റ്റായി കൊടുക്കുന്നതുകൊണ്ട് ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കിക്കേ. ഈ വ്യത്യാസം വളരെ ക്ലിയർ ആണ്. ഒരു ബ്രാൻഡഡ് കാൻഡിഡേറ്റിനെ പെട്ടെന്ന് സെലക്ട് ചെയ്യും. അവർ കൂടുതൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ അവരെ എടുക്കുന്നതിൽ റിസ്ക് കുറവാണെന്ന് കമ്പനിക്ക് തോന്നും. നേരെ മറിച്ച് ഒരു ബ്രാൻഡ് ഇല്ലാത്ത ആളാണെങ്കിലോ, കൂടുതൽ ചോദ്യം ചെയ്യൽ, നീണ്ടുപോകുന്ന പ്രോസസ്, പിന്നെ ഇയാളെ എടുത്താൽ ശരിയാവുമോ എന്നൊരു അനിശ്ചിതത്വം. ആർക്കാണാ തലവേദന വേണ്ടത്, അല്ലേ? ഓക്കെ, ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇനി എവിടെ തുടങ്ങും എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? ഈ സൈക്കോളജിയൊക്കെ എങ്ങനെ നമ്മുടെ ജോബ് ഹണ്ടിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ കാര്യങ്ങളുണ്ട്. 1, നിങ്ങളുടെ പ്രൊഫഷണൽ വാല്യൂ എന്താണെന്ന് പറയുന്ന ഒരൊറ്റ പവർഫുൾ സെന്റൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങളെക്കൊണ്ട് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് അതിൽ ക്ലിയർ ആയിരിക്കണം. 2, നിങ്ങളുടെ ലിങ്ക്ഡിൻ പോലെയുള്ള ഓൺലൈൻ പ്രൊഫൈലുകളിലെല്ലാം ഈ ഒരൊറ്റ കഥ തന്നെയാണോ പറയുന്നതെന്ന് പോയി ചെക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി ഓർമ്മയില്ലേ? അപ്പോ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. നിങ്ങളെ ജോലിക്കെടുക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ടാണോ, അതോ ആ കഴിവുകളെപ്പറ്റി നിങ്ങൾ പറയുന്ന ആ കഥ കൊണ്ടാണോ? ഇതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കരിയറിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും.